രാവിലെ തന്നെ ഞാനും ചീച്ചും പൊന്നൂസും കൂടി കെട്ടിയൊരുങ്ങി പോണത് വേറെ എവിടേക്കുമല്ല, ഡോക്ടറെ കാണിക്കാനായിട്ടാണ്. പൊന്നൂനെ നല്ല പനിയായിരുന്നു. രാത്രി മുഴുവനും പനിച്ചു. എത്ര മരുന്ന് കൊടുത്തിട്ടും മാറുണ്ടായിരുന്നില്ല. 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കേണ്ട മരുന്ന് 4 മണിക്കൂർ ഇടവിട്ട് കൊടുത്തു നോക്കി. എന്നിട്ടും 3 മണിക്കൂർ ആകുമ്പോഴേക്കും പിന്നെയും പനിക്കായിരുന്നു. നല്ല രീതിക്ക് ഞാൻ ടെൻഷൻ അടിച്ചു പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ വന്നു ഞങ്ങൾ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല അല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഇഞ്ചക്ഷൻ കുത്തുമെന്ന് പേടിച്ചിട്ട് തന്നെ ഡോക്ടറിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും പകുതി ഇല്ലാതെയാവും. അങ്ങനെ പൊന്നൂനെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഡോക്ടറെ അടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞാൽ റെഡി ആവലും ശരിക്കും നമ്മൾ എന്തോ ഒരു പാർക്കിലേക്കൊക്കെ പോണ ഒരു ഫീലാണ് കുട്ടിക്ക്. ഭയങ്കര ഇൻട്രസ്റ്റാണ് ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് വെച്ചാൽ. അങ്ങനെ ഡോക്ടറെ കണ്ട് ഒരു ലോഡ് മരുന്നും മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ടാസ്ക് ഈ മരുന്ന് അവളേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു തരി മരുന്ന് അവൾ കുടിക്കില്ല, കാരണം ഭയങ്കര കരച്ചിലും ബഹളമായിരിക്കും. ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വലുതാവല്ലേ, അവർക്കെല്ലാം മനസ്സിലായി തുടങ്ങിയല്ലോ. അങ്ങനെ ഭയങ്കര മടിയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ റൈഡർ കണ്ണാപ്പിയുടെ കൂടെ പോയി. ഒരു മെഡിസിനും കൂടി കിട്ടാണ്ടായിരുന്നു. അത് മേടിക്കാനായിട്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കയറിയതാണ്. ഒരു തരിക്കുള്ള സമ്മതിക്കണില്ല ആ ചോക്ലേറ്റ് മേടിച്ച് തരാൻ പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ ആകെ ഡൗട്ടായി. ഞാനാണെങ്കിൽ അവിടെ ചോക്ലേറ്റ് ഒന്നും കണ്ടില്ല. നോക്കിയപ്പോഴാണ് മനസ്സിലായത്, പോള് കണ്ടിട്ടാണ് ആൾ പറയണത്. അത് അവൾ കഴിക്കില്ല എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഞാനൊന്നും മിണ്ടാൻ പോയില്ല, മേടിച്ച് കൊടുത്തു. അത് അവളെങ്ങനെ കഴിച്ച് തീർക്കുമെന്ന് അറിയണമല്ലോ. അങ്ങനെ ആ പോള് മേടിച്ച സന്തോഷത്തിൽ ചീച്ചുവിനെയും കാണിച്ചിട്ട് വരികയാണ് ആൾ. എനിക്ക് മിഠായി കിട്ടിയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ചീച്ചു ഞങ്ങളെന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ബബായും പറഞ്ഞിട്ട് പോണത് വേറെ എവിടേക്കല്ല, അവളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ വീട്, അവിടേക്കാണ് ഞങ്ങൾ പോണത്. ഇത്രയും ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ 2 പേരുടെയും വീട് വളരെ അടുത്തടുത്താണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് വന്ന് കണ്ടപ്പോൾ എൻ്റെ അപ്പു ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കമാണ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫുൾ ഹാപ്പി ആയി. ആണ് ഇതൊന്നും അറിയേണ്ട, സുഖമായിട്ട് ഉറങ്ങണമല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.